കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ കൃപയുടെ വലിയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കേൾക്കുന്ന തിരുവചനങ്ങൾ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. അഭിഷേകം നമ്മളിൽ നിറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മ ശക്തി കിട്ടാൻ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ധ്യാനിക്കുക. പരിശുദ്ധാത്മ ശക്തി കിട്ടണം. തിന്മയുടെ അരൂപികൾ, പൈശാചിക അരൂപികൾ നമ്മളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ ദൂരെ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് തിരുവചനത്തിലേക്ക് വരികയാണ്. നമ്മൾ വചനം കേട്ട് നമ്മൾ ധ്യാനിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടി യെശയ്യാ 66:2 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോൾ ദൈവം കടാക്ഷിക്കുന്നത് എളിമയോടെ അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ ദൈവവചനം കേൾക്കുന്നവരെയാണ്, അത് സ്വീകരിക്കുന്നവരെയാണ് പരിശുദ്ധാത്മാവ് കൃപ കൊണ്ട് നിറയ്ക്കുക. നമുക്കെതിരെ അന്ധകാര ശക്തികൾ വരാത്തതിന് കാരണം നമ്മളെ ശക്തരല്ലാത്തതുകൊണ്ടാണ്. തിരുവചനം പറയുന്നുണ്ട്. അതായത് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ 13-14 വചനം പറയുകയാണേ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 13-14 കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, പിതാവിനെ നിങ്ങൾ അറിയുന്നു, പിതാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു, യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ദുഷ്ടനെ ജയിച്ചു എന്ന് പറയാൻ കാരണം അവരിൽ ദൈവവചനം നിലനിൽക്കും. ദൈവവചനം അവിടെ ഹൃദയത്തിലുണ്ട്. ദൈവവചനം അവിടെ ഹൃദയം നിൽക്കുന്നുണ്ട്. പൈശാചിക അരൂപികൾക്ക് അവരെ പീഡിപ്പിക്കാനോ ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ തൊടാനോ പറ്റുകയില്ല. അതുകൊണ്ട് എസെക്കിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം പരിശുദ്ധമെന്ന് പറയുന്നുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു, എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക്. അവരും അവരുടെ പിതാക്കന്മാർ ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ്. അവർ മർക്കടമുഷ്ടികളും കഠിന ഹൃദയരുമാണ്. അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയച്ചിരിക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് നീ അവരോട് പറയുക. അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെന്ന് അവരറിയും. എസെക്കിയേൽ 2-ന്റെ 6-ാമത്തെ വചനം പറയും, മനുഷ്യപുത്രൻ, നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടണ്ട. മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം, തേളുകളുടെ മേൽ നിനക്ക് ഇരിക്കേണ്ടി വരാം. എന്നാലും നീ അവരുടെ വാക്ക് കേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം. കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം. ഇപ്പോൾ ദൈവവചനത്താണ്. അവർ കേൾക്കുമല്ലോ, ദൈവവചനം പറഞ്ഞാൽ മതി. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടാകും. ബന്ധന വഴി ദുഷ്ടാരൂപികളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അധരത്തിലൊക്കെ ദൈവവചനം വേണ്ടത്. അതുകൊണ്ടാണ് എസെക്കിയേലിൻ്റെ 3-ന്റെ 17-ാമത്തെ പറയും, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. എൻ്റെ അധരങ്ങളിൽ വചനം കേൾക്കുമ്പോൾ നീ അവരെ എൻ്റെ താക്കീത് അറിയിക്കണം. ഇപ്പോൾ ദൈവവചനം നിൻ്റെ ഹൃദയത്തിൽ അധരത്തിലുണ്ടാകണം. എസെക്കിയേൽ 3-ന്റെ 10-ാമത്തെ വചനം അവർ തുടർന്നു, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾ, വചനങ്ങൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ട മക്കളെ, ദൈവവചനം ചെവി തുറന്ന് അത് വ്യക്തതയോടെ കേൾക്കണത്, കേട്ടിട്ടത് ഹൃദയത്തിൽ സൂക്ഷിക്കണം. എവിടെ സൂക്ഷിക്കേണ്ടത്? ബുദ്ധിയിലല്ല, ഹൃദയത്തിൽ സൂക്ഷിക്കണം. 1 കൊരിന്ത്യർ 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. ദൈവവചനം നാശത്തിലൂടെ പോകുന്നവർക്ക്, പാപത്തിൻ്റെ വഴിയിലൂടെ പോകുന്നവർക്കത് ഭോഷത്വമാണ്. പാപത്തെയും പണത്തെയും സുഖത്തെയും ഒക്കെ പ്രേമിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നവർക്ക് ദൈവവചനം ഭോഷത്വമാണ്. പക്ഷേ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കും അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. ദൈവശക്തിയാണ് ദൈവവചനം. ദൈവശക്തിയാണ് ദൈവം. അത് ആർക്കാണ്? അത് രക്ഷയിലൂടെ രക്ഷിക്കപ്പെട്ടവരുടെ, കർത്താവിനാൽ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ വചനം അവർക്ക് ജീവൻ നൽകുന്നു, ശക്തി നൽകുന്നു, അഭിഷേകം നൽകുന്നു. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം, എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിൻ്റെ അധരങ്ങൾ തുറക്കപ്പെടും. കണ്ടോ, നിൻ്റെ അധരം തുറക്കപ്പെടുന്ന എപ്പോഴാ? നിൻ്റെ വായ തുറക്കും. സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ ദൈവവചനം കേൾക്കണം. ദൈവവചനം ഉള്ളവൻ്റെ അധരം മാത്രമേ സുവിശേഷത്തിനായിട്ട് തുറക്കാൻ പറ്റൂ. വചനമില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ സുവിശേഷം പ്രസംഗിക്കുന്നത്? അവരുടെ ഹൃദയത്തിൽ വചനമില്ല.
ഹൃദയത്തിൽ ബുദ്ധിയിലിരിപ്പുണ്ട്. ബുദ്ധിയിൽ വചനം ഇരുന്നൊന്നും ആരും സുവിശേഷ പ്രസംഗകരാകത്തില്ല. ഹൃദയത്തിൽ ദൈവവചനം ഇരിക്കുമ്പോൾ അത് അധരം കൊണ്ട് അവർ ഏറ്റുപറയും. അവർക്കത് പറയാതിരിക്കാൻ പറ്റില്ല, വാ തുറക്കപ്പെടും അവരുടെ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ദൈവവചനം ഇരിക്കുന്നതുകൊണ്ടാണ് ലൂക്ക 1:46 മുതലുള്ള വചനം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിലാണ്. കാരണം അമ്മ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ കാരണം, അമ്മ ദൈവവചനം പറയുന്നതിൻ്റെ, അവിടെ മുഴുവൻ വചനം പറയുന്നതിൻ്റെ കാരണം ഹൃദയത്തിൽ വചനമുള്ളതുകൊണ്ട്. ഹൃദയത്തിൽ ദൈവവചനം ഇരിക്കുമ്പോൾ ഹൃദയത്തിൽ ഈശോ ഇരിപ്പുണ്ട്. ഈശോയുടെ സജീവ സാന്നിധ്യം ആ വ്യക്തി തൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം നിങ്ങൾ കൂടുതൽ കേൾക്കണം. ഈ നാളുകൾ ദൈവവചനത്തോട് കൂടുതൽ അടുപ്പം ഉണ്ടാകണം. ദുഷ്ടാരൂപികൾ ലോകത്തെ നമ്മയൊക്കെ പീഡിപ്പിക്കുമ്പോൾ അത് തോൽപ്പിക്കാനായിട്ട് നമ്മൾ വേറെ ചെപ്പടി വിദ്യയൊന്നുമില്ല. ദൈവവചനമാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കേണ്ടത്. പിശാച് പലപ്പോഴും ഈ വചനം കേൾക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. ഞാൻ പലപ്പോഴും അനുഭവിക്കുന്ന കാര്യമാണ്, ഈ പൈശാചത്തിൽ ദൈവവചനം പ്രസംഗിക്കുന്നത് ഭയങ്കര അസ്വസ്ഥൻ. വേറെ ഒന്നിനും അവന് യാതൊരു കുഴപ്പമില്ല. വേറെ ഏത് കാര്യം പ്രസംഗിച്ചോ വളരെ കൂളായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ദൈവവചനം വരുമ്പോൾ ഭയങ്കര അവന് അസ്വസ്ഥനാണ്, അവൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ്. കാരണം പൈശാചികതയ്ക്ക് എപ്പോഴും ദൈവവചനത്തോട് അസ്വസ്ഥതയെ. കാരണം ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്, ലൂക്കാ സുവിശേഷത്തിൻ്റെ 8:12, ചിലർ വചനം ശ്രവിച്ചെങ്കിലും അത് വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്നവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. 2 കൊരിന്ത്യർ 5:17 വചനമുണ്ട്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കണ്ടോ, ദൈവവചനം വരുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറും. ദൈവവചനം നമ്മെ പുതിയ സൃഷ്ടി, നമ്മളൊരു ദൈവത്തിൻ്റെ മക്കളാക്കി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിലെ അസ്ഥികളിലൊക്കെ അഭിഷേകം ഉണ്ടാവും, നമ്മുടെ രോഗശാന്തി കിട്ടും. ദൈവത്തിൻ്റെ ദൈവവചനം ഇരുന്ന് എപ്പോഴും വായിക്കുമ്പോൾ അത് നമുക്ക് ജീവൻ പകരും, ശക്തി നൽകും, അഭിഷേകം തരും, കൃപ തരും, മാനസാന്തരമൊക്കെ തരും. യഥാർത്ഥത്തിലുള്ള മാനസാന്തരമൊക്കെ തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചന ഹൃദയം നിറയുമ്പോഴുണ്ടല്ലോ നമുക്കൊരു അനുതാപമുണ്ട്. വെളുമയൊക്കെ ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്താ? ദൈവവചന ഹൃദയത്തില്ലാത്തതുകൊണ്ട് ഭയങ്കര അഹങ്കാരം നമ്മൾ കയറി പിടിക്കുകയെ. അതാണ് നമ്മൾ ഈ ദൈവവചനത്തിൽ തിമോത്തി ലേഖനം 1 തിമോത്തിയുടെ 1-ാം അധ്യായത്തിൽ 14 മുതൽ തിരുവചനം വായിക്കുമ്പോൾ അവിടെ കാണാം പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൽ എളിമപ്പെടുന്ന സംഭവമുണ്ട്. അവിടെ വചനമുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനവും തികച്ചും സ്വീകാര്യമാണ്. പാപികൾ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അപ്പോൾ ഈ പൗലോസ്ലീഹയ്ക്ക് അത്രമാത്രം എളിമപ്പെടും. ഞാൻ പാപികൾ ഒന്നാമനാണെന്ന് പറയാൻ കാരണം ആ വ്യക്തിയിൽ ദൈവവചനപ്പെടും. പരിശുദ്ധ അമ്മ ദൈവവചനം വന്നപ്പോൾ അമ്മ എളിമപ്പെടുക, അഹങ്കാരം പോവുക. നമ്മൾക്ക് അഹന്തയ്ക്ക് പണമുണ്ട്, കഴിവുണ്ട്, ഒന്നും വലുതൊന്നുമില്ല. ഏറ്റവും വലിയ ലോകത്തിലെ ഈ നമുക്ക് ഭൂമി കിട്ടാവുന്ന ഏറ്റവും വലിയ മിറക്കിള്, ഏറ്റവും വലിയ സംഭവം ദൈവവചനം. നമുക്കൊരു പരിശുദ്ധമായ ദൈവവചനം വന്നുകൊണ്ട് അവൾ ത്രിലോക രാജ്ഞിയായിട്ട് ഉയർത്തും. കാരണം ദൈവം പ്രസാദിച്ച ഒരാൾ ആയിട്ട് മാറുക. അല്ലാതെ ലോകം പ്രസാദിച്ച ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്, നമ്മൾ അതുപോലെ ആകില്ല. മത്തായിയുടെ സുവിശേഷം 3:16-17 അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്നുണ്ടായി. കണ്ടോ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിട്ടുണ്ടോ. ദൈവം പ്രസാദിച്ചു. ഈശോ ദൈവവചനം, ദൈവവചനം ഉള്ളവനെയാണ് എല്ലാം ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിൻ്റെ ലോകത്തിൻ്റെ ബുദ്ധിമാന്മാരുടെയോ അറിവിൻ്റെ ഒന്നും അത് അതിനപ്പുറമുള്ള വചനം, ദൈവവചനമുള്ള ആളിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മ പ്രസാദിക്കുന്ന അത്ര ജീവിതങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം കൂടുതലായിട്ട് നിറയാൻ, നമ്മൾ ഹൃദയം തുറന്നു കൊടുക്കാനും വചനം പഠിക്കാനും വചനം ഹൃദയം സംഗ്രഹിക്കാനും. അതുകൊണ്ട് പൗലോസ് സുവിശേഷം പ്രസംഗിക്കുന്നതിനെ കുറിച്ച് പറയും 1 കൊരിന്ത്യർ 9:16-17, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, ഞാൻ സ്വമനസ്സ് അത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നത് എൻ്റെ കടമയാണ്. കാരണം ദൈവവചനം വേറൊന്നും അവരുടെ അത്ഭുതം, അടയാളം, രോഗശാന്തികളൊക്കെ സംഭവിക്കുന്നു അവർ ദൈവവചനം. അപ്പോൾ ദൈവവചനം പ്രസംഗിക്കുക, ദൈവത്തിൻ്റെ വചനം, സത്യത്തിൻ്റെ വചനമൊക്കെ നന്നായിട്ട് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങൾ, ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ചെയ്യേണ്ട കാര്യം ഇതാണ്. അവരുടെ ഹൃദയത്തിൽ വചനം സ്വീകരിക്കുക, വചനത്തിൻ്റെ ഹൃദയം തുറന്നു വെക്കുക, വചനം പഠിക്കുക, വചനത്തിൻ്റെ ജീവനിലോട്ട് കടന്നു പോവുക. അത് വലിയ ഭാഗ്യം. എല്ലാവർക്കും തുറന്ന് കിട്ടത്തില്ല കേട്ടോ. ദൈവവചനം എല്ലാവർക്കും തുറന്ന് കിട്ടത്തില്ല. അത് അഭിഷേകമാണ്. പൗലോസിലൊക്കെ പ്രാർത്ഥിക്കും ദൈവവചനം തുറന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് Efesos 6:18-19 വചനം തുറന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ അതിരത്തിൽ വചനം വരാൻ വേണ്ടി തന്നെ പ്രാർത്ഥിക്കണം. കൊളോസ്യർ 4:2 പറഞ്ഞു വേറൊന്നും വരണം, ദൈവവചനം തന്നെ വരാൻ. കാരണം അത് ഹൃദയത്തിൽ. പക്ഷേ ഈ വചനത്തിൽ അത്തരത്തിലുള്ള ശരിക്കും വരണമെന്നുണ്ടെങ്കിൽ
ജീവനോട് വചനം പുറത്തു വരണം. അത് ഹൃദയത്തിൽ വേര് പിടിക്കണം. ഹൃദയത്തിൽ ഈ വചനം ഉണ്ടെങ്കിൽ ഇത് വേര് പിടിക്കുള്ളൂ, അത് പ്രവർത്തിക്കുള്ളൂ. അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ഒക്കെ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെ താഴ്മയോട് എളിമയോട് ദൈവവചനത്തിനായിട്ട് നമ്മുടെ ഹൃദയം തുറന്നു നിൽക്കുകയും തുറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പൈശാചിക പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ നാളുകൾ ലോകത്തിലുള്ളത് എന്തുകൊണ്ടാണ് നമ്മളെ ബാധിക്കുന്നത്? കാരണം നമ്മൾ ദൈവവചനം കുറഞ്ഞു പോകുന്നുണ്ട്. 1 കൊരിന്ത്യസിൻ്റെ 3:18-19 വചനമുണ്ട്. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകണം, തന്നെ ഭോഷനാകട്ടെ. എന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. അവൻ ബുദ്ധിശാലികളെ അവർ തന്ത്രങ്ങൾ തന്നെ കൊടുക്കുന്നു. ബുദ്ധിശാലികളെ അവർ തന്ത്രങ്ങൾ കൊടുക്കുന്നു. ബുദ്ധി പഠിച്ച് അവൻ ചില തന്ത്രങ്ങൾ നിരീശ്വരവാദത്തിലും എതിർചിന്തയിലും അഹങ്കാരത്തിലും മ്ലേച്ഛ പാപങ്ങളെല്ലാം പെട്ടുപോകും. കാരണം അവൻ്റെ ബുദ്ധിയിൽ അന്ധകാരം ഇതൊന്നും അല്ല, അവൻ വേറെ. പക്ഷേ അവൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ സ്വതം ഗൊമോറയുടെ നാശം ഉണ്ടായിക്കുമ്പോൾ അവിടെയുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം അറിയാവുന്ന ലോത്തെന്ന് പറയുന്ന ദൈവവചനമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ അത് ദൈവത്തിൻ്റെ ഇടപെടലാണ് അവിടെ നടന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് അത് കാണുന്നത്. അല്ലാതെ വേറെ അവിടെയുള്ള ആർക്കും അത് മനസ്സിലാകും. എല്ലാം സ്വാഭാവികം. ലോകത്തിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുന്നത് ഓരോ നിമിഷം പ്രവർത്തിക്കുന്നത് തിരിച്ചറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരിക്കണം. ആ വചനം പക്ഷേ വചനം വരുമ്പോൾ ഒരുപാട് സഹനങ്ങൾ, പീഡകളും ഒറ്റപ്പെടലുകളും മുറിവുകളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതെല്ലാം നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും. കാരണം വചനം ആരുടെ അടുത്തേക്ക് വന്നെങ്കിൽ അവർക്കൊരു പീഡനങ്ങൾ, സഹനമുണ്ട്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്ന പോലെ, അതായത് യോഹന്നാൻ 12:24 അനുഭവം ഉണ്ടാകും. അപ്പോൾ തന്നെ 1 കൊരിന്ത്യസ് 4:9 മുതൽ 13 വരെയുള്ള വചനത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ദൈവം അപ്പസ്തോലന്മാരായ ഞങ്ങളെ മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ ഏറ്റവും അവസാനത്തെ നിരയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും പ്രദർശന വസ്തുക്കളായി തീർന്നിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികൾ. ഞങ്ങൾ ബലഹീനന്മാർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ ബഹുമാനിതർ, ഞങ്ങൾ അവമാനിതർ. ഈ നിമിഷം വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും നഗ്നരായും പ്രഹരങ്ങളേറ്റും പാർപ്പിടമില്ലാതെയും കഴിയുന്നു. സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു. ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു. ഞങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിൻ്റെയും ഉച്ഛിഷ്ടം പോലെയുമായി തീർന്നിരിക്കുന്നുണ്ടോ? ദൈവവചനം നിറഞ്ഞ ഇപ്പോൾ പറയണം, ലോകത്തിന് ഞങ്ങൾ ഒരു ഉച്ഛിഷ്ടം പോലെ ചപ്പും ചവറുകൾ. ലോകത്തിന് ഇപ്പോൾ ഈ ദൈവവചനമൊക്കെ ഉണ്ട്, ചപ്പും ചവറുക. ചില ആളുകളൊക്കെ ഇതിനൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കണം. അത് ചപ്പും ചവറ്. അതിൻ്റെ കാരണം അവർക്ക് പരിശുദ്ധാത്മാഭിഷേകം ഇല്ലാത്തതുകൊണ്ട്. പരിശുദ്ധാത്മാഭിഷേകം കിട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ ജീവനറിയും. ഇതിന് പരിശുദ്ധാഭിഷേകം കിട്ടുമ്പോൾ പൗലോസിലേ പറയുന്നുണ്ട്, ഫിലിപ്പിയർ ലേഖനം 3:6-7-8 വചനം പറയും, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കരുതുന്നു. ബാക്കിയെല്ലാം പൗലോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവന് ഇത് മുഴുവൻ ലോകത്തെ നേട്ടങ്ങൾ മുഴുവൻ ഉച്ഛിഷ്ടമാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിറയാത്തവന് അത് മുഴുവൻ ചപ്പൻ ചോറ്. ദൈവവചനം പോലെ അവർ കാണുന്ന ചപ്പൻ ചോറ്. ബൈബിൾ ആർക്ക് വേണം, എന്തിനു വേണം? വേറെ പുസ്തകങ്ങൾ, നല്ല വലിയ പുസ്തകങ്ങൾ, അറിവ്, ഇതൊന്നും പഠിച്ചിട്ടില്ല, വിദ്യാഭ്യാസം അറിവില്ലാത്തതുകൊണ്ട് എല്ലാത്തിനും നെഗറ്റീവ് പറയും. പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ നിറയെ തിരിച്ചറിയുന്നത് ദൈവവചനമാണ് ഏറ്റവും വലുതെന്ന് അവർ പറയും. ദൈവവചനത്തിന് അതുകൊണ്ട് പൗലോസ് ഫിലിപ്പിയർ ലേഖനത്തിൻ്റെ 3:12-13-14 വചനം പറയും, യേശുക്രിസ്തുവിനെ സ്വന്തമായി. പക്ഷേ ഞാൻ തന്നെ ഇത് അറിയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ചെയ്ത് എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ അഹോരാത്രം. യഥാർത്ഥമുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപ അവരൊക്കെ നമ്മൾ വെളിപ്പെടണമെങ്കിൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യരുത്. വചനം പറഞ്ഞുള്ള കൊളോസസ് ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള വചനം. അതുകൊണ്ട് നിങ്ങൾ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗത, അശുദ്ധി, മനഃക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹ ആരാധന തന്നെയാ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കും. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്ക് അനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിവിന്. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവാൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോട് നിഷ്കാസനം ചെയ്യണ്ടോ. ഹൃദയത്തിൽ ദൈവവചനം നിറയുമ്പോൾ ദൈവവചനേ വരുള്ളൂ, വേറൊന്നും വരില്ല. വേറെ വൃത്തികേടൊന്നും വരത്തില്ല, പാപം വരത്തില്ല, മ്ലേച്ഛ വാക്കുകൾ വരില്ല. പണത്തിൻ്റെ പിന്നെ എടുക്കണം. ദൈവവചനം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വേറെയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ മുഴുവൻ ചപ്പും ചോറും നിറഞ്ഞിരിക്കുന്നത്. മുഴുവൻ ലോകത്തിൻ്റെ അറിവുകളും ബുദ്ധിമാന്മാരുടെ പഠനങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് പരിശുദ്ധം അറിയാത്തതുകൊണ്ട് അതിനൊക്കെ 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. പരിശുദ്ധം എന്ന് പറയുമ്പോൾ അതിനും നല്ല സ്ഥാനം കൊടുക്കും. ഈശോയ്ക്കും ദൈവവചനത്തിനും കൊടുക്കും. ആ വചനം അനുസരിച്ച് വിശുദ്ധിയുടെ പാതയിലൂടെ നമ്മൾ പോകും. അത് വലിയ കൃപയാണ്. ഇത് നമ്മളോട് ഈശോയുടെ സാന്നിധ്യം നമുക്ക് അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 കൊരിന്ത്യസിൻ്റെ 13:5-7 വരെയുള്ള വചനത്തിൽ പറയുന്ന പോലെ യേശുക്രിസ്തു നിങ്ങളുണ്ട് എന്നുള്ള വലിയ ബോധ്യം കിട്ടും. കൊളോസസ് ലേഖനത്തിൻ്റെ 1:27-28 വചനം പറയുന്നത് പോലെ പറയുന്നുണ്ട്, ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയുടെ അത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടെ തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ തന്നെയായ ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് തന്നെ. ഈശോ കൂടെ വചനം ഉള്ളിലുണ്ടെങ്കിൽ ഈശോ കൂടുതലുണ്ട്. ദൈവവചനത്തെ സ്നേഹിക്കുന്ന വ്യക്തി ഈശോയുടെ വചനങ്ങൾ ഉണ്ടാകണം. ശരിക്കും ഈശോ ഉള്ളിലുള്ളവരുടെ എല്ലാ ഹൃദയത്തിൽ ഈശോയുടെ വചനം ഉണ്ടാകും. ഈശോ നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ഈശോയുടെ വചനങ്ങൾ, ഈശോയുടെ കൃപകൾ, ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടും. വചനം എപ്പോഴും
പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വചനം ഒഴുകിക്കൊണ്ട്, കാരണം ദൈവവചനമാണ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 7:37, 38, 39 പറയും, തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ അവൻ ശബ്ദം ഉയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. എന്ന് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവഴി. എന്താണ് ജീവജലത്തിൻ്റെ അരുവി? ദൈവവചനം ഒഴുകുക. വചനം ഒഴുകുമ്പോൾ ആ ബന്ധനങ്ങളും പൈശാചിക ശക്തികളും എല്ലാം വിട്ടുപോകുന്നു, സാത്താനൊക്കെ ഓടിപ്പോകുള്ളൂ. വചനം ദൈവവചനം ഇല്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിയിലിപ്പുണ്ട്, ഹൃദയത്തിലിരിക്കണമെങ്കിൽ അത് വിശുദ്ധിയുള്ള സ്ഥലത്തിൽ അത് ഹൃദയത്തിൽ ജീവൻ പ്രാപിച്ച് ഇരിക്കുകയുള്ളൂ. അതാണ് വിശുദ്ധിയൊക്കെ ഒത്തിരി നമ്മൾ സൂക്ഷിക്കണം. പോയതാ ചില അഭിഷേകങ്ങൾ ചിലപ്പോൾ കളയാൻ എളുപ്പമാണ്, പക്ഷേ തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒറ്റ നിമിഷം കൊണ്ട് ദൈവകൃപ നമ്മൾ കളഞ്ഞിട്ട് പോകും. പക്ഷേ പിന്നീട് തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ 1000 തന്നെ ഒരു ചാട്ടത്തിന് നമ്മൾ കിണറ്റ് ചാടി, പക്ഷേ 1000 പ്രാവശ്യം ചാടി നമുക്ക് അരകയറാൻ മേലാത്ത അവസ്ഥയാണ്. പല പാപക്കുഴിലോട്ട് ചാടാൻ എളുപ്പമാണ്, പക്ഷേ അത് തിരിച്ച് കയറാൻ ബുദ്ധിമുട്ട്. ഇന്ന് മൊബൈൽ ഫോണൊക്കെ ആ മേഖല അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി നമ്മൾ ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എബ്രായ ലേഖനത്തിൻ്റെ 13:1 മുതൽ 6 വരെയുള്ള വചനം, സഹോദര സ്നേഹം നിലനിൽക്കട്ടെ, ആതിഥ്യം മര്യാദ മറക്കരുത്, അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ട്. മറ്റുള്ളവർ ആതിഥ്യം മര്യാദ, ഹോസ്പിറ്റാലിറ്റി, മറ്റൊരു റെസ്പെക്റ്റ് ചെയ്യുന്ന, അംഗീകരിക്കുന്നവർ സഹായിക്കുന്ന. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ പറയണം, അബ്രാഹത്തിൻ്റെ വീട്ടിൽ 3 പേര് വരുമ്പോൾ 3 ദൂതന്മാരാവുന്നു. അവർക്ക് സൽക്കരിക്കുന്ന കാണാൻ പറ്റും, അവർക്ക് കൊടുക്കണം. ദൈവദൂതന്മാരാന്ന് പോലും അറിഞ്ഞില്ല. കാരണം തൻ്റെ ജീവിതത്തിൽ എപ്പോഴും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, മറ്റുള്ളവർ സഹായിക്കുന്ന അങ്ങനെ ചെയ്തപ്പോൾ ഈ 3 പേര് ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ അവരനുഗ്രഹിച്ചിട്ട് പോവുക. അവരനുഗ്രഹിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുക. അടുത്ത വസന്തത്ത് വരുമ്പോൾ നിൻ്റെ ഭാര്യ നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് അബ്രാഹത്തോട് ദൈവം പറയുമ്പോൾ അത് അതേപടി സംഭവിക്കുക. 3 പേര് ശരിക്കും പറയാറുള്ളത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അടയാളമായിട്ടാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അടയാളമായിട്ട് അവിടെ ഒന്ന് സംഭവിക്കുകയാണ്. പിന്നീട് നമുക്കറിയാം അത് സംഭവിക്കുക, അതേപോലെ സംഭവിക്കുക. അപ്പോൾ അബ്രാഹത്തിൻ്റെ വിശ്വാസം, അബ്രാഹത്തിൻ്റെ ആ ഒരു അതായത് മറ്റുള്ളവരെ സഹായിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, അപ്പോൾ അറിഞ്ഞില്ല ഒരു നിമിഷം ഒരു ദൈവദൂതനെയാണ് സഹായിച്ചത്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു, ദൈവാനുഗ്രഹം വന്നു. അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചില നന്മ പ്രവർത്തികൾ പുണ്യം പഴയ തോപിത്തുണ്ടായിരുന്നു. തോപിത്തതുപോലെയായി മരിച്ചവരെ അടക്കുന്ന, അതായത് മരണാനന്തര ജീവിതത്തെ വിശ്വസിച്ചുകൊണ്ട് മരിച്ചവരെ സംസ്കരിക്കുന്നു, വലിയ കാര്യം. അതുപോലെ ഉപവസിക്കുന്നു, അതുപോലെ ദാനധർമ്മം ചെയ്യുന്നു, ഒരുപാട് പുണ്യപ്രവർത്തികൾ, മറ്റുള്ളവരെ സഹായിക്കുന്നു, ദശാംശങ്ങൾ കൊടുക്കുന്നു. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദൈവദൂതൻ തന്നെ റഫായേൽ മാലാഖ അവൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻ്റെ മകനെയും കൊണ്ട് യാത്ര ചെയ്യുന്ന സംഭവമുണ്ട്. അവൻ്റെ ഭാര്യ കണ്ടുപിടിച്ച് കൊടുക്കും. ദൈവദൂതൻ പോയിട്ട് അവന് യോജിച്ച് ഭാര്യ കണ്ടു. ആ ഭാര്യ പൈശാചിക ശക്തികളുടെ അടിമത്തത്തിലായിരുന്നു. അത് ദൈവദൂതൻ തന്നെ ഇടപെട്ട് ആ പൈശാചത്തിൽ നിന്ന് ആ കുഞ്ഞിനെ സാറയെ മോചിപ്പിച്ചിട്ട് ഇവന് ഭാര്യയായിട്ട് കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൻ്റെ കണ്ണ് ആ സമയത്ത് അന്ധമായി പോകുമ്പോൾ അവിടെയും മിറക്കിൾ ചെയ്ത് മുഴുവൻ കാരണം അവൻ ചില പ്രവർത്തികൾ, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ വേദനിക്കുന്നവർ, വിഷമിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, രോഗികളെ, പാവങ്ങളെ ഒക്കെ ശുശ്രൂഷിക്കുമ്പോൾ ഐശ്വര്യക്ക് വേണ്ടി ദൈവരാജ്യത്തിനും ദൈവത്തോടുള്ള ബന്ധത്തെപ്പെടുത്തി, ദൈവസ്നേഹത്തെ നമ്മുടെ പേരിന് പെരുമയ്ക്ക് വേണ്ടിയല്ല, ദൈവികമായ 10 പ്രാവശ്യം സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ ദൈവം ഇതുപോലെ ഒന്ന് അനുഗ്രഹിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകും. ആ കുടുംബത്തെ വലിയ അപകടത്തിന് രക്ഷിച്ചെങ്കിൽ അതുപോലെ അനുഭവങ്ങൾ നമുക്കും കിട്ടണം. അപ്പോഴാണ് ആതിഥ്യ മര്യാദ മറക്കരുത്. അതുപോലെ തടവുകാരോട് നിങ്ങൾ അവരോടൊപ്പം തടവിലായിരിക്കുന്ന പോലെ പെരുമാറുവിൻ. നിങ്ങൾക്കും ഒരു ശരീരമുള്ളത് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരോട് പരിഗണന കാണിക്കുവേൻ. എല്ലാവരുടെയും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. മണവറ മലിനമാകാതിരിക്കട്ടെ. മണവറ മലിനം അത് പലതരത്തിലാണ്. പൈശാചികത മേഖല, വെറുപ്പും വിദ്വേഷവും കലകവും മ്ലേച്ഛപാപങ്ങളുടെ ഒരു ഗുഹയായിട്ട്, തിന്മയുടെ അശുദ്ധിയുടെ പറയാൻ പോലും കൊള്ളില്ലാത്ത ലോക തിന്മയുടെ വേദിയായിട്ടൊരിക്കലും നല്ല വിശുദ്ധ കുടുംബ ദാമ്പത്യ ബന്ധങ്ങൾ മാറാതിരിക്കട്ടെ. അവിടെ പറയുകയാണ്, അതായത് എല്ലാവരുടെയും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. കാരണം പറയാണ്, അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ഒരു വചനമുണ്ട്. അപ്പോൾ ഉറപ്പാണത്. അതുപോലെ നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കും. ദ്രവ്യാഗ്രഹം വെച്ചാൽ പണം, സ്വത്ത്, പേര് എല്ലാം പണം ഉണ്ടാകണം, സുഖം, ഒരുപാട് സുഖം, പണം ഉണ്ടാകണം, പണം ഇഷ്ടമുള്ള സ്വത്വത്തിലുണ്ട്, എല്ലാം വാരിക്കൂട്ടണം. ആ ഒരു ചിന്ത, അതൊക്കെ നമ്മുടെ ഉള്ളിൽ തലയിൽ പൈശാചിക ശക്തികൾ തരുന്ന ചിന്തയാണിത്. നമ്മുടെ തലയിലിരിക്കുന്ന ദുഷ്ടാരി പറയും അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ജീവിതമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ വേദനിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് കൊടുത്ത് നമ്മൾ വിട്ടുകൊടുക്കേണ്ട കാലമായി, മുഴുവൻ സമർപ്പിക്കേണ്ട. പക്ഷേ പലപ്പോഴും നമ്മളത് ചെയ്യത്തില്ല. നമ്മൾ പലപ്പോഴും ഇതിനൊക്കെ അമിതമായ പ്രാധാന്യം നമ്മൾ കൊടുക്കുകയാണ്. തിന്മയ്ക്കും പാപത്തിനും നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ സമയം നമ്മളൊക്കെ പൂർണ്ണമായിട്ട് ദൈവകാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ചേർത്ത് വെച്ച് സമർപ്പിക്കാനും പൂർണ്ണമായും മാനസാന്തരത്തിലേക്ക് നമ്മൾ വരികയും ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അഭിഷേകങ്ങളും കൃപകളും നമുക്ക് ലഭിക്കുക. വീണ്ടും അപ്പോൾ ഈ സമയം നമുക്ക് ഇന്നത്തെ നമ്മുടെ ആരാധന സമയത്ത് ശരിക്കും ഈ ദൈവവചനം കൂടുതൽ ആഴത്തിൽ ഹൃദയത്തിലേക്ക് പതിയപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വചനം പറയാണ്, ഞാൻ നിന്നെ ഒരു വിധത്തിലും
അവഗണിക്കുക, ഉപേക്ഷിക്കുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. പലരുണ്ട് ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ, കരുണയുടെ വചനങ്ങൾ, അനുഗ്രഹം ഇത് മാത്രം വായിക്കും. പക്ഷേ അതല്ല, മാനസാന്തരത്തിൻ്റെ വചനം ഉണ്ടാകണം, ബന്ധനങ്ങളടിക്കുന്ന വചനങ്ങൾ വായിക്കണം, ആ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. വെറുതെ പഠിക്കലല്ല, ഹൃദയത്തിൽ വെച്ച് അപ്പോൾ അത് നമ്മൾ പ്രവർത്തിക്കും. കുറേ കഴിയുമ്പോൾ ആ വചനം നമ്മൾ വേരുപിടി. അത് ഒറ്റ പ്രാവശ്യം ചിലപ്പോൾ വേരുപിടി, കുറേ കഴിയുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ പഠിച്ച് ആ ഒരു വഴിയിലൂടെ നമ്മളൊക്കെ പോകും. അത് നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രിക്കും. ദൈവവചനം നമ്മൾ നിയന്ത്രിക്കുന്ന അതിശക്തമായ ദൈവാനുഭവം ഉണ്ടാകും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആരാധനയിൽ പങ്കെടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നീരോഗിയാണോ മകനേ, നീരോഗിണിയാണോ മകളേ, നീരോഗിയാണോ മകനേ, നീരോഗിണിയാണോ മകളേ, ഞാൻ നിൻ രക്ഷകൻ സൗഖ്യദായകൻ, നിന്റെ വേദനയറിയുന്നവൻ, അത്ഭുതങ്ങൾ, അടയാളങ്ങളും രോഗശാന്തികളും വിടുതൽ ഇപ്പോൾ എല്ലാ മക്കളും സംഭവിക്കും. യേശുനായകൻ, എല്ലാവരും ചേർന്ന് നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ, ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ, യേശുനായകൻ, അപ്പാ യേശുനായകൻ, എല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ തുതികടകരങ്ങൾ ഉയർത്തി ആരാധന, ആരാധന, ആരാധന. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, രോഗപീഠകൾ യേശുക്രിസ്തു നാമം നീങ്ങിപ്പോകട്ടെ. ഈ സമയത്ത് അനേക രോഗികൾ സുഖം പ്രാപിക്കും. മനസ്സ് തകർന്ന മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ദൈവാത്മാവ് എല്ലാ മക്കളും തരട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന. ആശീർവദിക്കുന്നു. മുട്ടുമെന്ന്